അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു, ഇത് റിട്ടയർമെന്റ് വരെയും ഇനി ഈ ഡ്രസ്സ് മതി സ്കൂളിലേക്ക് എന്നുള്ളത്. അതാണ് ഇതിന് പിന്നിലുണ്ടായ ഒരു കാരണം. കണ്ടു കഴിഞ്ഞാ എന്താ SSS കുട്ടികള് UP ഡ്രസ് ഇട്ട് തരണ മതിയാണ്. വ്യത്യസ്തതയാണ് ചില അധ്യാപകരെങ്കിലും മറ്റുള്ള അധ്യാപകരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെങ്കിൽ അങ്ങാടിപ്പുറം തരകൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ UP സ്കൂൾ അധ്യാപികയായ അഞ്ജന ടീച്ചർ എന്തുകൊണ്ടും വളരെ വ്യത്യസ്തയാണ്. ഈ ഒരു വിദ്യാലയത്തിലെത്തി 5B ക്ലാസ്സിൽ ചെന്നാൽ വിദ്യാർത്ഥികൾക്കൊപ്പം സ്കൂൾ യൂണിഫോമിൽ ക്ലാസ്സിലെത്തുന്ന ഒരു വലിയ കുട്ടിയെ കാണാം. അതാണ് അവരുടെ ക്ലാസ് ടീച്ചർ. എല്ലാ ദിവസവും സ്കൂൾ യൂണിഫോമിൽ സ്കൂളിലെത്തുന്ന അഞ്ജന ടീച്ചറിൽ നിന്ന് പഠിക്കാം സമൂഹത്തിലെ സമത്വത്തിന്റെ നല്ല പാഠം. ചാനൽ 2 പ്രേക്ഷകരോടൊപ്പം എല്ലാ ദിവസവും കുട്ടികൾക്കൊപ്പം യൂണിഫോം ധരിച്ച് ക്ലാസ്സിലെത്തുന്ന UP സ്കൂൾ അധ്യാപിക അഞ്ജന ടീച്ചർ കൂടെയുണ്ട്. അഞ്ജന ടീച്ചർ, ഇതിപ്പോ അധ്യാപിക ഏതാണ് വിദ്യാർത്ഥി ഏതാണെന്ന് മനസ്സിലാവാത്ത രീതിയിലാണുള്ള കാര്യങ്ങൾ. എങ്ങനെയാണ് ഇത്തരം ഒരു വ്യത്യസ്തമായ ആശയം ടീച്ചർ തെരഞ്ഞെടുത്തത്? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു മനസ്സിൽ. അതിന്റെ ഇടയിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇതിങ്ങനെ പങ്കുവെച്ചു. ആ സമയത്താണ് വയനാട്ടിലൊരു ടീച്ചർ ഇങ്ങനെ ഇടവിട്ട് യൂണിഫോം ഒക്കെ ഇട്ട് വരുന്നൊക്കെ കണ്ടിരുന്നു. അപ്പോഴേ ഞങ്ങൾ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു, നമുക്ക് ഒരു ദിവസം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ പെട്ടെന്നൊരു ആശയം വരാനുണ്ടായൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഇതൊരു പ്രാർത്ഥനയായിരുന്നു. സത്യം പറഞ്ഞ എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു, സ്കൂളിലായിരുന്നു ചെറിയ പ്രോബ്ലംസ് ഒക്കെ നേരിടേണ്ടി വന്നപ്പോൾ, ശരി ഞാൻ ഒരു വർഷത്തേക്ക് സ്കൂളിലേക്ക് കളർ ഡ്രസ്സുകൾ ഇടുന്നില്ല, കുട്ടികളോടൊപ്പം അതേ ഡ്രസ്സിൽ വരുന്നുള്ളൂ. ആ കളർ ഡ്രസ്സുകൾ ഞാൻ അങ്ങോട്ട് ഒരു വർഷം സ്കൂളിലേക്ക് മാത്രം അങ്ങനെ ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷെ ആ തീരുമാനം ഫസ്റ്റ് ഡേ നടപ്പിലാക്കിയ ആ ഒരു ദിവസം ആ കുട്ടികളിൽ നിന്നുണ്ടായൊരു സപ്പോർട്ട്, അവരുടെ ഒരു സന്തോഷം, അതൊക്കെ നമ്മൾ വല്ലാതെ അങ്ങോട്ട് മാറ്റി. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു, ഇത് റിട്ടയർമെന്റ് വരെയും ഇനി ഈ ഡ്രസ്സ് മതി സ്കൂളിലേക്ക് എന്നുള്ളത്. അതാണ് ഇതിന് പിന്നിലുണ്ടായ ഒരു കാരണം. നമ്മളെപ്പോഴും വിദ്യാർത്ഥികളോട് പറയും കൂടെ ഉണ്ട് എന്നൊരു കാര്യം എല്ലാ സമയത്തും ഓർമ്മപ്പെടുത്താറുണ്ട്. പക്ഷെ ഇത്തരം ചില ഇടപെടലുകൾ വീണ്ടും ഉറപ്പോട് കൂടെ ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയല്ലേ? ഉറപ്പായിട്ടും അതെ. അവരൊരുപാട്, അതിപ്പോ നമ്മളെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ മാത്രമല്ല, കഴിഞ്ഞ വർഷം വരെ ഞാനൊരു LP ക്ലാസ്സിലെ അധ്യാപികയായിരുന്നു. അപ്പൊ ഞാൻ LPയുടെ ആ മോഡലിൽ, അവരുടെ എങ്ങനെയാണോ അതേ മോഡലിലാണ് ഞാൻ തയ്ച്ചിട്ടിരുന്നത്. അപ്പൊ ഈ വർഷമാണ് UPയിലേക്ക് വന്നത്. അപ്പോൾ ഇവരുടെ മോഡലിലേക്ക് ആക്കിയത്. പക്ഷെ ആ ചെറിയ കുട്ടികൾക്ക് ഉണ്ടായൊരു സന്തോഷം, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അത് അഞ്ജന ടീച്ചറെ, നമ്മൾ ഏതൊരു മേഖലയാണെങ്കിലും നമ്മൾ അത്രത്തോളം ആഗ്രഹിച്ച് തിരഞ്ഞെടുക്കുന്ന ഓരോ മേഖലയാണല്ലോ. എങ്ങനെയാണ് ഈ ഒരു അധ്യാപന മേഖല ടീച്ചർ തിരഞ്ഞെടുത്തത്? ഒരിക്കലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടല്ല ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത്. പ്രധാനമായിട്ട് എൻ്റെ വല്യമ്മയും വല്യച്ഛനും അവര് LP സ്കൂളിലെ അധ്യാപകരായിരുന്നു. അവരാണ് പറഞ്ഞത് എന്നെ ഇങ്ങനെ TTCക്ക് വിടണം എന്നൊക്കെ പറഞ്ഞ്, അവർ വഴിയാണ് ശരിക്കും ഞാൻ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നത്. അങ്ങനെ വന്ന ആദ്യ വർഷങ്ങളിലൊന്നും നമുക്ക് ഒരുപാടൊന്നും സത്യം പറഞ്ഞാൽ അങ്ങനെ തിരിച്ചറിയാനും കുട്ടികളെ ഒന്നും സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഓരോ വർഷം കഴിയും തോറും ആ കുട്ടികളുടെ കൂടെയുള്ള ഓരോ ചെറിയ അനുഭവങ്ങളും നമുക്ക് വലിയ അനുഭവങ്ങളായിരുന്നു. അങ്ങനെ അതിനോട് പ്രത്യേക ഇഷ്ടം തോന്നി. ഇപ്പോൾ എത്തി നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒഴിവ് സമയങ്ങളിൽ നമ്മൾ സ്റ്റാഫ് റൂമിലാണ് ടീച്ചേഴ്സ് പോയിരിക്കുക. അവിടെ പോയി ഇരിക്കുന്നതിനേക്കാൾ ഒരുപാട് സന്തോഷമാണ് നമുക്ക് നമ്മൾ ഈ കുട്ടികളുടെ കൂടെ ആ ഒരു സമയം ചെലവഴിക്കുമ്പോൾ കിട്ടുക. പരമാവധി ഞാൻ കുട്ടികളുടെ കൂടെ ഇരിക്കാനാണ് ശ്രദ്ധിക്കാറ്. ഈ ഒരു വിദ്യാലയത്തിലെ മറ്റു അധ്യാപകരെ അപേക്ഷിച്ച് ടീച്ചർ എന്തുകൊണ്ടും വളരെ വ്യത്യസ്തയാണ്. എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ സഹപ്രവർത്തകരായ അധ്യാപകരൊക്കെ നൽകുന്ന പിന്തുണ? എല്ലാവരും തുടക്കം മുതൽ തന്നെ വളരെ സപ്പോർട്ടാണ്. പക്ഷെ അവർക്കൊരു വിഷമം ഉണ്ടായിരുന്നു, എന്നും ഇത് വേണോ, ഇടയ്ക്കൊക്കെ പോരെ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവർക്കും ഇത് കണ്ട് ശീലമായിപ്പോയി. ഞാനിത് ഒരു 2-3 വർഷം മുന്നേ ഇങ്ങനെ ഒരു ഐഡിയ വന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള 2 ടീച്ചേഴ്സും അവരും പറഞ്ഞിരുന്നു, ശരി എന്നാൽ നമുക്ക് അങ്ങനെ നോക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോ പെട്ടെന്നൊരു തീരുമാനം, അന്ന് ഞങ്ങൾ വിചാരിച്ചത് ഇടയ്ക്കൊക്കെ ഒരു ദിവസം വിടാം എന്നുള്ള രീതിയിലായിരുന്നു. ഇത് പെട്ടെന്ന് ഞാൻ അങ്ങനെ റിട്ടയർമെന്റ് വരെയും ഇത് എന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ ഇനി അങ്ങനെ ഒരുമിച്ചൊരു ഗ്രൂപ്പിസം പോലെ ആയി പോവണ്ട എന്നുള്ളത് കൊണ്ട് അവര് ജസ്റ്റ് ഒന്ന് പിന്മാറി എന്നേ ഉള്ളൂ. ഇപ്പോഴും അവർക്ക് താല്പര്യമുണ്ട്. ഒന്ന് തന്നെ ഇവിടെ ഇതേ സ്കൂളിൽ ഞാൻ പഠിച്ചത് 10 വരെ ഇതേ സ്കൂളിൽ തന്നെയാണ്. അപ്പൊ എന്നെ ഇതേ സ്കൂളിൽ പഠിപ്പിച്ചൊരു ടീച്ചറാണ് ഒന്ന് എന്നെ ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന LPയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ടീച്ചർ. അഞ്ജന ടീച്ചർ എന്തായാലും LP അധ്യാപികയിൽ നിന്ന് UP അധ്യാപികയിലേക്കുള്ള ഒരു ചുവടുമാറ്റമായിരുന്നു, ഒരു പിന്തുടർച്ചയായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു ചെറിയ കുട്ടികളുടെ ടീച്ചറോടുള്ള സ്നേഹം? ഞാനിത് ഇങ്ങനൊരു യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം അവരോട് പറഞ്ഞത് മുതൽ അവര് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും, എന്താ ടീച്ചർ ഇത് ഇടാത്തത്. ഇട്ട് വന്ന ദിവസം ഭയങ്കര സ്നേഹമായിരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. അങ്ങനെ അവർക്കത്
അവർക്കത് എങ്ങനെ നമ്മളോട് എക്സ്പ്രസ് ചെയ്യണം എന്ന് അറിയുന്നില്ലായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും അതെ, കുട്ടികൾ മാത്രമല്ല, ചെറിയ കുട്ടികൾ മാത്രമല്ല, വലിയ കുട്ടികളിൽ നിന്നും നമുക്ക് ഒരുപാട് ഇങ്ങനെ കമന്റുകൾ വന്നു തുടങ്ങി. പിന്നെ പല രക്ഷിതാക്കളും കാണുമ്പോൾ പറയാൻ തുടങ്ങി, കുട്ടികൾ വീട്ടിൽ വന്ന് പറഞ്ഞു ഇങ്ങനെ വേണം ടീച്ചറായാൽ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും വളരെയധികം സന്തോഷമുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട്. ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം അഞ്ജന ടീച്ചറുടെ പ്രിയപ്പെട്ട മക്കൾ കൂടെയുണ്ട്. എന്തായാലും മക്കളെ, ടീച്ചർ നിങ്ങളോടൊപ്പം യൂണിഫോം ധരിച്ച് ക്ലാസ്സിലെത്തുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സന്തോഷം? അഞ്ജന ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നപ്പോ ഞങ്ങൾ കണ്ടുമുട്ടി. പിന്നെ അഞ്ജന ടീച്ചർ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല ടീച്ചറാണ്. യൂണിഫോം ഇട്ട് വന്നപ്പോ ഞാൻ ടീച്ചറെ കാണാത്തത് ടീച്ചറുടെ പിറ്റേ ദിവസമായിരുന്നു. ഞാന് കണ്ടപ്പോ ടീച്ചറുടെ ഒപ്പം കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാ SSS കുട്ടികള് UP ഡ്രസ് ഇട്ട് വരുന്ന മതി. നല്ല രസമുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഒരു മാസം ടീച്ചർ LPന്റെ യൂണിഫോം ആയിരുന്നു. പിന്നെ ടീച്ചർ കോട്ടും കൂടി ഒപ്പാക്കിയപ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ LPന്റെ ആണ് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്. ഇനി ഒരു ID കാർഡും കൂടി വേണം. അതാണ് എനിക്ക് തോന്നിയത്. ഈ സ്കൂളിലത്തെ എല്ലാവർക്കും ഒരു ID കാർഡ് കൊടുക്കണമെന്നുണ്ട്. വ്യത്യസ്തതയാണ് ഒരു അധ്യാപികയെ മറ്റുള്ള അധ്യാപികമാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെങ്കിൽ തരകൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ UP അധ്യാപിക അഞ്ജന ടീച്ചർ എന്തുകൊണ്ടും വ്യത്യസ്തമാണ്. ഈ ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെല്ലാം ഒരുപോലെ സന്തോഷത്തിലാണ്. കാരണം ഈ ഒരു വിദ്യാലയത്തിലെ അധ്യാപിക വിദ്യാർത്ഥികൾക്കൊപ്പം വളരെ സമത്വത്തോടു കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ അധ്യാപികയ്ക്ക് ഇനിയുള്ള അധ്യാപന ജീവിതയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് തരകൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. അരപ്പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.